ഇതോടൊപ്പം ദേശീയ തലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമാവുന്ന മറ്റൊന്ന് ഏക്നാഥ് ഷിൻഡെക്കെതിരായ പരാമർശവും കുനാൽ കമ്രയുടെ പരാമർശവും അതിനെതിരായ വിവാദവും ഒക്കെയാണ്. ഇപ്പോൾ കുനാൽ കമ്ര ഈ വിഷയത്തിൽ മാപ്പ് പറയില്ല എന്ന് അറിയിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടുന്നില്ലെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. വിവാദങ്ങൾ ഒരു അക്രമത്തിലേക്കൊക്കെ കമ്രയുടെ സ്റ്റുഡിയോയ്ക്ക് തീയിടുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എന്ത് നിലപാടാണ് കുനാൽ കമ്ര എടുക്കുന്നത്? അതിന് എത്രത്തോളം പിന്തുണ ലഭിക്കുന്നുണ്ട്? ശ്രീജ, ഈ വിവാദത്തിൽ കുനാൽ കമ്രയുടെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കുനാൽ കമ്ര ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് ഈ പരാമർശങ്ങളിൽ മാപ്പ് പറയാൻ കുനാൽ കമ്ര തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. അതേതായാലും അദ്ദേഹം തള്ളിക്കളയുകയാണ്. മറിച്ച് അദ്ദേഹം പറയുന്നത് താൻ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മാത്രവുമല്ല ഈ ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടാനും ഉദ്ദേശിക്കുന്നില്ല. അതാണ് കുനാൽ കമ്രയുടേതായുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പോലീസ് അന്വേഷണം നടക്കട്ടെ, കോടതിയും വിശ്വാസമുണ്ട്, ആ അന്വേഷണവുമായി ഏതു തരത്തിലും സഹകരിക്കാൻ തയ്യാറാണ്, കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് നിരന്തരം സൈബർ ആക്രമണം നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ നമ്പർ ചിലർ ചോർത്തുന്നുണ്ട്, അവരോടും ആ നമ്പർ ലഭിച്ച് വിളിക്കുന്നവരോടും പറയാനുള്ളത് തൻ്റെ അജ്ഞാത കോളുകളൊക്കെ തന്നെ വോയിസ് മെയിലിലേക്കാണ് പോകുന്നത്, അവിടെ നിങ്ങൾക്ക് ചില വെറുക്കപ്പെട്ട പാട്ടുകൾ കേൾക്കേണ്ടി വരും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കാരണം ഈ മാധ്യമം, ഈ സർക്കസ് എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം അത് 159 സ്ഥാനത്താണ് എന്നുകൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഇല്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി കുനാൽ കമ്ര ആവർത്തിക്കുകയാണ്. മറുവശത്ത് ഏതായാലും കുനാൽ കമ്രയ്ക്കെതിരെ ഇപ്പോൾ പരാമർശത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി നടന്ന, ഈ പരാമർശം നടത്തിയ പരിപാടി നടന്ന സ്റ്റുഡിയോ ആക്രമിച്ച 11 ശിവസേന പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഏതായാലും വിവാദം അവസാനിക്കുന്നില്ല, ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഇല്ല എന്നുകൂടി കുനാൽ കമ്ര ആവർത്തിക്കുകയാണ്. ശ്രീജ. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.